ഇപ്പോൾ ടെലഗ്രാമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെലഗ്രാമിൽ എങ്ങനെ ലൊക്കേഷൻസ് നമുക്ക് സെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളിന് എനിക്ക് ഈ ഒരു കോൺടാക്റ്റിലോട്ടാണ് എൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു കോൺടാക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു പിന്ന് പോലത്തെ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഗാലറിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ അടിയിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. ഇവിടെ ലൊക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചില പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. അതിൽ ആക്സസ് കൊടുക്കുക. ഒന്നുകിൽ എലോ എന്നുള്ളത് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ എലോ വെൻ യൂസിങ് ദിസ് ആപ്ലിക്കേഷൻ എന്നുള്ളത് കൊടുക്കുക. പിന്നെ GPS ഓൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഓൺ ആക്കാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ പാനലിൽ നിന്ന് GPS സ്ട്രേറ്റ് ഓൺ ആക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ വരും, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ ലൊക്കേഷൻ സർവീസസ് എന്നുള്ള പേജിലോട്ട് പോകുന്നതായിരിക്കും. അവിടുന്ന് ലൊക്കേഷൻ ഓൺ ആക്കി കൊടുത്താൽ മതി. എന്തായാലും അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഈ ഒരു ആപ്പിലോട്ട് തന്നെ വരിക. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കറണ്ട് ലൊക്കേഷനാണ് സെൻഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെൻഡ് മൈ കറണ്ട് ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അവർക്ക് സെൻഡ് ആവുന്നതായിരിക്കും. ഇനി അതല്ല നിങ്ങളുടെ ലൈവ് ലൊക്കേഷനാണ് സെൻഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അതിന് ഈ ഒരു പിന്ന് പോലത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ മൈ ലൈവ് ലൊക്കേഷൻ ഫോർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ടൈമും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എത്ര നേരത്തേക്കാണ് നമ്മുടെ ലൈവ് ലൊക്കേഷൻ അവരായിട്ട് ഷെയർ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. 15 മിനിറ്റ് എന്നുള്ളത് ഞാനൊരു എക്സാമ്പിളിന് കൊടുക്കുകയാണ്. ഇപ്പം ഇത് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 15 മിനിറ്റിൻ്റെ ഇടയിൽ എങ്ങോട്ടൊക്കെ പോകുന്നോ ആ ലൊക്കേഷനൊക്കെ അവർക്ക് കറക്റ്റ് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ലൈവ് ലൊക്കേഷനും സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല ഈ ഒരു ലൈവ് ലൊക്കേഷനോ കറണ്ട് ലൊക്കേഷനോ ഒന്നുമില്ല സെൻഡ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ലൊക്കേഷനാണ് സെൻഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അതിന് ഈ ഒരു പിന്ന് പോലത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് മാപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്തിട്ട് സെൻഡ് ദിസ് ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അവിടെ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷൻ സെൻഡ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടെലഗ്രാമിൽ ലൊക്കേഷൻ സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.